എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് സങ്കീർത്തനം 37:25 നീതിമാനെക്കുറിച്ച് ദാവീദ് രാജാവ് എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. സങ്കീർത്തനം 37:25. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആകാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഈ സങ്കീർത്തനം ദാവീദിന് അവകാശപ്പെട്ട ഒരു ജ്ഞാന സങ്കീർത്തനമാണ്. അതിൽ ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും വിധിയെ ദാവീദ് താരതമ്യം ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിക്കാനും അവൻ്റെ വഴികൾ പിന്തുടരാനും അവൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ദുഷ്ടന്മാർ താൽക്കാലികമായി അഭിവൃദ്ധി പ്രാപിക്കുന്നതായി തോന്നിയാലും അവരുടെ അവസാനം നാശമായിരിക്കും. നീതിമാന്മാർക്ക് ആത്യന്തികമായി പ്രതിഫലം ലഭിക്കുമെന്ന് ഊന്നിപ്പറയുന്നു. ഇവിടെ തന്നോട് വിശ്വസ്തത പുലർത്തുന്നവരോട് ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള തൻ്റെ ആത്മവിശ്വാസം ദാവീദ് പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ പ്രായമായി. ദാവീദ് തൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. കാലക്രമേണ അനുഭവത്തിലൂടെ നേടിയ ജ്ഞാനം അംഗീകരിക്കുന്നു. ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിലൂടെയും ജീവിച്ച ദാവീദ് വർഷങ്ങളായി ദൈവത്തിൻ്റെ വിശ്വസ്തത കണ്ടിട്ടുണ്ട്. ദൈവഹിതപ്രകാരം ജീവിക്കുന്ന നീതിമാന്മാരെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുന്നില്ല. ബുദ്ധിമുട്ടുകളുടെയും ദുരിതങ്ങളുടെയും സമയങ്ങളിൽ പോലും അവരെ പരിചരണമോ കരുതലോ ഇല്ലാതെ വിടുകയില്ല. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവർക്കുള്ള ദൈവത്തിൻ്റെ നിരന്തരമായ പിന്തുണ ഇത് ഊന്നി പറയുന്നു. അല്ലെങ്കിൽ അവൻ്റെ സന്തതി അപ്പം യാചിക്കുന്നില്ല. നീതിമാൻ സ്വയം പരിപാലിക്കപ്പെടുക മാത്രമല്ല, അവരുടെ മക്കൾക്ക് നൽകപ്പെടുമെന്ന് ഡേവിഡ് ഉറപ്പിച്ചു പറയുന്നു. ദൈവത്തിൻ്റെ കരുതൽ ഒരു തലമുറയ്ക്കപ്പുറം അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നു. ദൈവത്തിൽ സ്ഥിരമായ കരുതലുകളിൽ നാം വിശ്വസിക്കണം. ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കായി കരുതുമെന്ന് വിശ്വാസത്തോടും നിർമ്മലതയോടും സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി നീതിയോടെ നാം ജീവിക്കുക. അടുത്ത തലമുറയ്ക്ക് വിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും അടിത്തറ പാകുന്ന രീതിയിൽ നാം ജീവിക്കണം. നമ്മുടെ പോരാട്ടങ്ങളിൽ നാം ഒറ്റയ്ക്കല്ലെന്നും ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്നും നമ്മൾ തിരിച്ചറിയുക. സ്നേഹപിതാവേ, അങ്ങയുടെ കരുതലിൽ ആശ്രയിക്കാനും നിർമ്മലതയോട് ജീവിക്കാനും വിശ്വാസത്തിൻ്റെ പൈതൃകം ഭാവി തലമുറയ്ക്ക് കൈമാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.